അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ദൃശ്യ, ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് അനിത. ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ ആദ്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് B2 3 മൊഡ്യൂൾസ് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാൻ പറ്റി. അത് പിന്നെ സ്പീക്കിംഗ് എത്ര ശ്രമിച്ചിട്ട് ഞാൻ പാസ്സാവുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കോൺഫിഡൻസ് ആകെ പോയി. ജർമ്മൻ ഡ്രോപ്പ് ചെയ്യാന്നുള്ള രീതി വരെ എത്തിയായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയാണ് എന്നെ +2 വരെ പഠിപ്പിച്ചതും ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചതും. അമ്മയും പിന്നെ അമ്മ ജോലി ചെയ്യുന്നിടത്ത് കുറേ ആൻറ്റിമാരെയൊക്കെ സഹായത്തോടെയാണ് ഞാൻ ലാംഗ്വേജ് വരെ കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് 2024 ഞാൻ B2-ൻ്റെ 3 മൊഡ്യൂൾസ് പാസ്സാവുന്നത്. സ്പീക്കിംഗ് എഴുതിയിട്ടാണെങ്കിൽ 2ഉം 3ഉം മാർക്കിനൊക്കെ ഞാൻ ഫെയിലായി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2025 നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കിട്ടുന്ന ഏതിനേലും ജർമ്മനിയിലേക്ക് പോകാൻ. നേഴ്സിംഗ് തന്നെ വേണമെന്നില്ല, നേഴ്സിംഗ് അസിസ്റ്റൻറ്റോ അങ്ങനെ എന്തിനേലും കയറിപ്പോകാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. ഡിസംബർ ആയപ്പോഴത്തേക്കും എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേങ്കിൽ അത് റീഷെഡ്യൂളാക്കി. പിന്നെ ആ ഇൻ്റർവ്യൂ നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 2026 ജനുവരി ആയി. ഫാമിലി ഫംഗ്ഷൻസിനും എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു, എന്തിനാ ജർമ്മൻ പഠിപ്പിച്ചേ, ഇവിടെ എന്തെങ്കിലും സാധാ കോഴ്സ് പഠിപ്പിച്ചാൽ പോരായിരുന്നോ, നിങ്ങളെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ എവിടെയും പോകാൻ പറ്റാത്ത സാഹചര്യം വരെ എത്തി. ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങത്തില്ലായിരുന്നു. അമ്മയ്ക്ക് സങ്കടം. ആകപ്പാടെ എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴത്തേക്കിനും എനിക്കൊരു ചേച്ചി കൊണ്ട് കൃപാസനത്തിലെ പത്രം തന്നിട്ടുണ്ട്. എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേങ്കിൽ ഉടമ്പടി എടുക്കുന്ന കാര്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ചൊവ്വാഴ്ച ഞങ്ങളുടെ അവിടെ ചൊവ്വാഴ്ച പള്ളിയിൽ പോകാറുണ്ട്, അമ്മയുടെ അടുത്ത് ഈശോയുടെ അടുത്തൊക്കെ നല്ല വിശ്വാസമുണ്ട് എനിക്ക്. ഇനി പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിക്ക് കിട്ടിയ കുറേ അനുഗ്രഹങ്ങളൊക്കെ OET പാസ്സായതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്തു, പക്ഷേങ്കിൽ നീ നിനക്ക് വേണ്ടി എടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരിക്കലും മറ്റൊരാളെ നിനക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് നീ തന്നെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാത്രി വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മ ഞാനെങ്കിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിനും തന്നെ എനിക്ക് പിറ്റേ ദിവസം എന്നെ വിളിക്കുകയാണ്, നഴ്സിങ്ങിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നീ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 17 എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് പക്ഷേ ജർമ്മൻസിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അല്ലായിരുന്നു. അവർ റെപ്രസെൻറ്റേറ്റീവ് വന്ന് ഇൻ്റർവ്യൂ എടുക്കും. അത് പാസ്സാവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജർമ്മൻകാരുടെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടുകയുള്ളൂ. അങ്ങനെ അത് ഞാൻ അറ്റൻഡ് ചെയ്ത് ജനുവരി 18 ആയപ്പോഴത്തേക്കിനും കൃപാസനത്തിൽ വന്നതിന് ഉടമ്പടി എടുത്തു. ഇവിടെ ടോക്കൺ എല്ലാം എടുത്ത് ക്ലാസ് കേൾക്കാനായിട്ട് മോളി ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നത്, നീ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ എന്തായാലും കാണും, അതിന് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ കൃപാസനത്തിൽ തൈലമോ ഉപ്പോ ഒന്നും എൻ്റെ കയ്യിലില്ല, ജസ്റ്റ് ഒരു പത്രം മാത്രം ഉണ്ടായിരുന്നു. ആ പത്രം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് തൈലം കിട്ടി, ഉപ്പ് കിട്ടി, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ ആണെങ്കിലും എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും, വൈകുന്നേരത്തെ പ്രാർത്ഥന ഉണ്ടാ സായാഹ്ന പ്രാർത്ഥന കേൾക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെ ജനുവരി 26 ആയപ്പോഴത്തേക്കിനും എനിക്ക് ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഒരു ജർമ്മൻ ലേഡി ആയിരുന്നു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇരിക്കുന്നിടത്തെല്ലാം ഉപ്പില്ലായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ നെറ്റിയിലും ഫോണിൻ്റെ ഡിസ്പ്ലേയിലും എല്ലാം കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ജയിച്ചെന്നോ ഫെയിലായെന്നോ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. നിനക്ക് നാളെ 10 മണിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. 10 മണിയെന്ന് പറഞ്ഞാൽ ജർമ്മൻ ടൈം ഉച്ച കഴിഞ്ഞ് 2:30 വരുന്നത്. പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ എനിക്കൊരു വെബ്സൈറ്റ് തന്നത്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റാണ്, ഇതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് നോക്കിയപ്പോൾ എനിക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിനെ പറ്റി. കാരണം ഒറ്റ രാത്രിയേ ഉള്ളൂ, പിറ്റേ ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ അവർ പറഞ്ഞേക്കുന്നത്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല, എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ, നീ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നിൻ്റെ അടുത്ത് ചോദിക്കുകയുള്ളൂ, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 27 എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ അത് ഫൈനലാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് മാത്രം അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. അങ്ങനെ രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ ചുമ്മാ ഇവിടുത്തെ മലയാളി ട്രെയിനേഴ്സ് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ എടുത്തു. അവരുടെ എല്ലാം ഇൻ്റർവ്യൂവിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഇങ്ങനെ സംസാരിച്ചാൽ പോരാ, കുറച്ചുകൂടെ സംസാരിക്കണം, നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നാലേ അവർ പാസ്സാക്കുകയുള്ളൂ, കമ്മ്യൂണിക്കേഷനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴത്തേക്കിനും ഞാൻ തൈലം എല്ലാം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ ഇരുന്നെടുത്ത് ഇട്ട് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂവിൽ കയറി. അമ്മയുടെ സമയമായിരുന്നു 2:30. അപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് കിട്ടാനുള്ളതായിരിക്കും, എന്തായാലും നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. 2:30 ആയപ്പോൾ കയറിയിട്ട് അവരെന്നെ അഡ്മിറ്റ് ചെയ്തില്ല. 3:30 3:45 ആയപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തേ.
3 പേരുണ്ടായിരുന്നു. 3 പേരും മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷേങ്കിൽ എനിക്ക് പാടെ ആൾക്കാർ മുമ്പിലൊക്കെ നോക്കി സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു കിട്ടുമോ, ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ അവരുടെ അടുത്ത് ചോദിച്ചുള്ളൂ. ഓൾറെഡി ഇൻ്റർവ്യൂ ആണെന്ന് അറിഞ്ഞപ്പോഴേ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി അതിൻ്റെ ആൻസേഴ്സ് എഴുതി ഞാൻ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻസ് മാത്രമേ എൻ്റെ അടുത്ത് ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ചുള്ളൂ. വേറെ ആ ഹോസ്പിറ്റലിനെ പറ്റി അവർ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നെ വിളിച്ചിട്ട് പറയാണ്, നീ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു, ഉടനെ തന്നെ ഓഫർ ലെറ്റർ വരുമെന്നും പറഞ്ഞു. അപ്പോൾ ഇവർ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂവിന് മുന്നേ സെപ്റ്റംബർ ഇൻടേക്ക് കാണും, വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പേ സ്പീക്കിംഗ് കിട്ടാനുള്ളത് എഴുതിയെടുക്കണമെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രി എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു പ്രോസസ്സിങ് ചെയ്യുന്ന മാം വിളിച്ചിട്ട് പറയുകയാണ്, ഫെബ്രുവരി ലാസ്റ്റ് ആവാറായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, എടാ ഇത് സെപ്റ്റംബർ ഇൻടേക്കല്ല, ഏപ്രിൽ ഇൻടേക്കാണ്, ഇനി 1 മാസവും കൂടെ ഉള്ളൂ, പെട്ടെന്ന് പോകണം. കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ അതിൽ കിട്ടാനുള്ള സ്പീക്കിംഗ് മോഡ്യൂൾ എന്നെ എടുക്കും, ഒരു മാസം പോലും ഇല്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അതാ വന്നത്. അപ്പോഴത്തേക്കിനും മാം പറയും, അത് കുഴപ്പമില്ല, 3 എണ്ണം വെച്ചിട്ട് നിനക്ക് പോവായിരിക്കും, ഒരെണ്ണം വേണമെന്ന് അവർ പറഞ്ഞിട്ടില്ല, 3 എണ്ണം മതി, അത് വെച്ച് നമുക്ക് പോകാം, പ്രോസസ്സിംഗ് ഒക്കെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിന് 4,13,000 രൂപയാകും. അമ്മ ഫ്ലാറ്റിലൊക്കെ ക്ലീനിങ്ങിന് പോയി എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, പിന്നെ ആൻറ്റിമാരെയൊക്കെ സഹായത്തോടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആര് കാശ് തരും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്തിട്ട് തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ ആ ലോണ് ആ സമയത്ത് പോയി ചോദിച്ചപ്പോഴത്തേനും പറയാം, ആ ലോണ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ അവർ ആ കാശ് ആരെടുത്തുനിന്നോ കടം വാങ്ങി എനിക്ക് ആ കാശ് തന്നു. പിന്നെ എൻ്റെ മാലയും അതേപോലെ എന്നെ മോതിരം ഉണ്ടായിരുന്നൊക്കെ പണയം വെച്ച് വിസയ്ക്ക് ഡേറ്റ് എടുത്തു, വിസയ്ക്ക് പോയി. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഓൾറെഡി 2 വർഷത്തെ വാലിഡിറ്റി സർട്ടിഫിക്കറ്റിനുണ്ട്, വിസ റിജക്ഷൻ വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് സംസാരിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു ലാംഗ്വേജ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതും വെച്ചു. മാർച്ച് 19 എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയിരുന്നത്. മാർച്ച് 18 ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നൊന്നുമല്ല, ഇവിടെ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേങ്കിൽ കയറി വന്നപ്പോഴത്തേക്കും അവിടെ ക്യൂ നിൽക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചിട്ട് അച്ഛനെ കാണുന്നുണ്ട്, നിന്നോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ VFSൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കയറി നിന്ന് അവിടെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, മോൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം 3 മാസം ആകുന്നില്ല, പുതുക്കാറും ആയിട്ടില്ല, അച്ഛനെ കാണണ്ട, മാതാവിന് തന്നെ വിട്ടുകൊടുത്തോ, പ്രാർത്ഥിച്ചോ, എല്ലാ കാര്യങ്ങളും നടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. പക്ഷേ ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ല, ബ്ലെസ്സിങ് വാങ്ങാൻ പറ്റിയില്ല എന്നൊരു സങ്കടം എൻ്റെ മനസ്സിൽ കിടക്കുമായിരുന്നു. പക്ഷേ എന്നാലും വിസയ്ക്ക് പിറ്റേ ദിവസം പോയി. വിസയ്ക്ക് കയറിയപ്പോഴായാലും അവിടെയെല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറി. അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. അച്ഛനെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം പിന്നെ മനസ്സിൽ കിടക്കുക. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ സ്വപ്നം കാണുവാണ്, ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ വന്ന് കണ്ടു, അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി. അതുപോലെ ഡെയിലി ബ്രെഡ് കൂടുമ്പോഴത്തേക്കിനും ആണെങ്കിലും അച്ഛൻ പറയും, വിസ പ്രോസസ്സിങ്ങിൽ ഇരിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കൊരു ധൈര്യമാണ്. അത് കഴിഞ്ഞ് മാർച്ച് 30 ആയപ്പോഴത്തേക്കിനും എനിക്കൊരു മെയിൽ വരികയാണ്. VFSൽ നിന്ന് മെയിൽ വന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് 2 വർഷത്തിൽ കൂടുതലായി, 1 വർഷം മുകളിലാകാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ B1ൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തരണം, അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെയും കമ്പനീൻ്റെയും സൈഡിൽ നിന്നുള്ള ലാംഗ്വേജ് കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ക്ലാസ് ഓൾറെഡി ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസയ്ക്ക് അവർ നോക്കുമ്പോൾ എന്താ ഏപ്രിൽ 2 or 3 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്റ്റൻഷൻ ലെറ്ററും കൂടെ വേണമെന്ന് പറഞ്ഞു. 2 ദിവസം പോലും എടുത്തില്ല, അതെല്ലാം പെട്ടെന്ന് റെഡി ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇതെല്ലാം എനിക്ക് പേടിയുണ്ടെന്ന്, കാരണം ഓഫർ ലെറ്ററിലും എൻ്റെ പേര് പാസ്പോർട്ടിലെ മിഡിൽ നെയിം മിസ്സിങ് ആയിരുന്നു ഓഫർ ലെറ്ററിലൊക്കെ. അപ്പോൾ ആ കാരണമൊക്കെ വന്നിട്ട് വിസ റിജക്റ്റ് ആവും നല്ല പേടിയായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം ആവാറായി വിസയ്ക്ക് വെച്ചിട്ട്, വിസ കിട്ടുന്നില്ല, ഒരു മെസ്സേജ് ഒരു ഇതും ഇല്ല. അങ്ങനെ ഒരു ദിവസം ശനിയാഴ്ച രാത്രി സ്വപ്നത്തിൽ കാണുകയാണ്. ഞാൻ രാത്രി വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പച്ച മെഴുകുതിരിയിൽ 7 എന്ന് പറയുന്ന സംഖ്യ തെളിയുന്ന പോലെ ഞാൻ കാണുവാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് പറഞ്ഞു, അടുത്ത വരുന്ന ചൊവ്വാഴ്ച ഏപ്രിൽ 7 ഒരു ചൊവ്വാഴ്ചയായിരുന്നു, അന്ന് നമുക്ക് എന്തെങ്കിലും ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജ് വരും നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേങ്കിൽ അന്ന് പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും വന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ചോദിച്ചു, നീ ചൊവ്വാഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ, എന്നെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അതെന്താ അങ്ങനെ 7 കാണിച്ചിട്ട് ഒന്നും ആ 7-ന് എന്ത് സംഭവിച്ചില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആ ശനിയാഴ്ച മുതൽ കണക്ക് കൂട്ടിയപ്പോഴത്തേക്കിനും അടുത്ത ആഴ്ചയിലുള്ള ചൊവ്വാഴ്ചയാണ് 7ാമത്തെ വർക്കിംഗ് ഡേ വരുന്നത്. അങ്ങനെ ഞാൻ ആ ചൊവ്വാഴ്ചയുടെ തലേ ദിവസം തിങ്കളാഴ്ച ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചൊവ്വാഴ്ച എന്തായാലും വരും, കിട്ടിയില്ല, നമുക്ക് വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു.
അങ്ങനെ രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഫോണിൽ മെസ്സേജ് വരുവാണ് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫ്രണ്ട്സിന് 2 പേർക്കും വന്നില്ല, എനിക്കാണ് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത്. ഏപ്രിൽ 16-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അമ്മ എപ്പോഴും പറയായിരുന്നു, നിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് പാസ്പോർട്ട് വിസ അടിച്ചോളാം, പാസ്പോർട്ട് കിട്ടും, പേടിക്കേണ്ട, അമ്മയോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സാക്ഷ്യം കേൾക്കുമ്പോഴത്തേക്കിനൊക്കെ ആയാലും എല്ലാവരും പറയും ബർത്ത്ഡേയുടെ അന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി, ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പം എൻ്റെ മനസ്സൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബർത്ത്ഡേയുടെ അന്ന് കിട്ടുമായിരുന്നേ, അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും, അമ്മ അതിന് അനുഗ്രഹമായിരിക്കും, എൻ്റെ പ്രാർത്ഥനയെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെ വിശ്വസിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച്. അങ്ങനെ 16-ാം തീയതി ആയപ്പോൾ രാവിലെ എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ വീട്ടിലൊന്നും അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ഡിസ്പാച്ച് ആയ കാര്യവും പറഞ്ഞില്ല, കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച കാര്യവും പറഞ്ഞില്ല. ടെൻഷൻ അടിക്കുകയാണ്, ഞാൻ മാത്രം ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ, ഇവരെ ആരും ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ രാവിലെ എണീറ്റ് കൊറിയർ ഓഫീസിൽ പോയി. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വന്ന് ഓപ്പൺ ചെയ്തു. അവിടെ മാതാവിൻ്റെ കാശ് വെച്ച് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തത്. തുറന്നപ്പോഴത്തേക്കിനും അതൊരു വിസ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ്, എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, നീ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചൊവ്വാഴ്ച തന്നെ വന്നല്ലോ, അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചേ, നീ എങ്ങനെ അത് പ്രെഡിക്റ്റ് ചെയ്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ വിസയ്ക്ക് പോയപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് എൻ്റെ വിസ കിട്ടി. എല്ലാവരും പറഞ്ഞു, നിനക്ക് ഇരട്ടി മാത്രമാണല്ലോ, ബർത്ത്ഡേ ആണ്, അന്ന് എൻ്റെ വിസയും കിട്ടി, ഇനി ഉടനെ പോകാമല്ലോ എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഈ വരുന്ന വ്യാഴാഴ്ച 23-ാം തീയതി ജർമ്മനിയിലേക്ക് പോവാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞാൻ ജർമ്മൻ ഡ്രോപ്പ് ചെയ്യാന്നുള്ള ആ രീതിയിൽ നിന്ന് എന്നെ ഇവിടം വരെ ഈ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ജോലിക്ക് പോകുന്നില്ലായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിൽ കുറച്ച് സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന തുക, ഇപ്പോൾ ഒരു നേരത്തെ ചായ കുടിക്കാനോ ആഹാരം കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ പറ്റുന്ന ചെറിയൊരു തുക മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഒരിടയ്ക്ക് ഞങ്ങൾ പൊതിച്ചോറുകൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാനൊരു നിശ്ചിത സമയം വെച്ചിട്ട് പ്രാർത്ഥിക്കാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഉടമ്പടി എത്തത് പിന്നെ രാവിലെ എല്ലാ ദിവസവും എണീക്കുക, 5:30-ക്ക് എണീക്കുക, പ്രാർത്ഥിക്കുക, വൈകുന്നേരം പ്രാർത്ഥിക്കുക. ആദ്യമേയൊക്കെ ജസ്റ്റ് ഈ ബുക്കിലുള്ള പ്രാർത്ഥന നോക്കി പ്രാർത്ഥിക്കത്തേ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും പോരാ, ഇനിയും പ്രാർത്ഥിക്കണം. ആദ്യമൊന്നും ഡെയിലി ബ്രെഡോ സായന പ്രാർത്ഥന ഒന്നും കൂടത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ എങ്ങനെ ഇരുന്ന് പറയുന്ന പോലെ തോന്നി, ഇനി നന്നായിട്ട് പ്രാർത്ഥിക്കണം, പോരാ. അങ്ങനെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഡെയിലി ബ്രെഡ് കൂടും, പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. വൈകുന്നേരം അങ്ങനെ തന്നെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അത് കഴിഞ്ഞ് അച്ഛൻ്റെ പ്രാർത്ഥന, സാക്ഷ്യങ്ങൾ ഓർണമെങ്കിലും കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം കൂടാൻ പറ്റിയില്ല, ഏതെങ്കിലും ഒരു ദിവസം അത് ഞാൻ കൂടാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. എൻ്റെ പേര് അനിത. അമ്മയ്ക്കും തിരുകുമാരനും എൻ്റെ 1000 നന്ദി. ഞാൻ ഇത്രയും നാളും സാക്ഷ്യം പറയാതിരുന്നേ ഞാൻ അമ്മയോടും തിരുകുമാരനും ക്ഷമ ചോദിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023-ലാണ്. ആദ്യം വെച്ച നിയോഗം കുഞ്ഞിൻ്റെ കാര്യം തന്നെ, അവിടെ പഠിത്ത സംബന്ധമായ കാര്യമാണ്. അത് അമ്മ എനിക്ക് ഒരു പ്രയാസവും കൂടാതെ കൊച്ചിൻ്റെ പഠിത്തവും പരീക്ഷയും ഇന്ന് വരെ, ഇപ്പം കുഞ്ഞ് പറഞ്ഞ കാര്യം വരെ എല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നു. അതിനും അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ആ കുഞ്ഞ് ഉടമ്പടി എടുക്കാൻ എന്നോട് പറഞ്ഞപ്പോഴേ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞത്, നിന്നോട് എന്നെ ആദ്യമേ പറഞ്ഞല്ലോ നീ ഉടമ്പടി എടുക്കാൻ, നീ കേട്ടില്ലല്ലോ, അന്നേരം ഒന്നും കൂടി കിട്ടാൻ കിടക്കുക. അങ്ങനെ ആ ഇതിൽ നിന്നും കുഞ്ഞ് അന്ന് വന്നിവിടെ ഞാനും കുഞ്ഞും കൂടി വന്ന് ഉടമ്പടി എടുത്തു. അതിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കുഞ്ഞിനിപ്പോൾ അമ്മ സാധിച്ചു കൊടുത്തു. അന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരും, എൻ്റെ മൂത്ത മോടെ വീട്ടിലാണ് ഞങ്ങൾ. അവിടുന്ന് ഞങ്ങൾ 2 കിലോമീറ്റർ 5:30 വെളുപ്പിനെ 5:30-ക്ക് 2 കിലോമീറ്റർ നടന്ന് ഇരുട്ടത്ത് നടന്നാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് കോട്ടയം ടൗണിൽ വരാൻ പോരുക. അങ്ങനെ വരുമ്പോൾ ഒത്തിരി ഓട്ടോകൾ വന്നും പോവുക. അങ്ങനെ പോയി ഞങ്ങളുടെ പുറയിൽ നിന്ന് ഒരു ഓട്ടോ ഫ്രണ്ടിലോട്ട് കയറിയിട്ട് തിരിച്ച് വന്ന് ചോദിച്ചു, ചേച്ചി എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ടൗണിൽ പോകാനാണെന്ന് പറഞ്ഞു. അതങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോകുന്നിരിക്കും പുളിമൂട് ജംഗ്ഷൻ വന്നപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അമ്മ ഫസ്റ്റ് ബസ് പോകാൻ 2 മിനിറ്റും കൂടി ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മോനെ, അമ്മ മാതാവേ ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മ മാതാവിൻ്റെ അടുക്ക് ഞാൻ വരുക, ഞങ്ങൾക്കൊരു 5 മിനിറ്റ് ആ ജംഗ്ഷനിൽ ആ ബസ് ഒന്ന് നിർത്തിയിട്ടേക്കണേ എന്ന് പറഞ്ഞു. ഓട്ടോ വിട്ടു. ബേക്കറി ജംഗ്ഷനിൽ ചെന്നപ്പോൾ ആ ബസ് പോയി. അന്നേരം ഒരു ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ആ ഓട്ടോക്കാരൻ ചോദിച്ചു ആ ചേട്ടനോട്, കുമരം ചേർത്തല ബസ് പോയോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും കുറച്ച് ബംഗാളികൾ കാണും, അവർ പോയി കാണും, അത് ആ ബസ്സിൽ അവർ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ ചേർത്തല കല്ലറ കൂടി പോകുന്നൊരു ബസ്സിനാണ് ഞാൻ പോണത്, അതിന് പോയാൽ പോരെ. ഞാൻ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ബസ് താഴേന്ന് കയറി വരുക. അമ്മ മാതാവ് അവിടെ അനുഗ്രഹിച്ചു. ആ ബസ്സിന് ഇവിടെ വന്നു.
കൊച്ചു ക്ലാസ്സിന് ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സാകുന്നത്. അതും അമ്മയ്ക്ക് തിരുകുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. ഇനി ഞാനിവിടെ വന്നു അമ്മയോട് ഇനി എനിക്ക് സാക്ഷ്യങ്ങൾ പറയാൻ അമ്മ അനുവദിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആദ്യമത്തെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത് ജനുവരി 17 ആയിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി 18 ആയിരുന്നു. 17 എന്ന് പറയുന്ന 7 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അമ്മയുടെ ഒരിതാണല്ലോ. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസം, എല്ലാത്തിലും അമ്മയുടെ ഓരോരോ കയ്യൊപ്പുകളുണ്ടായിരുന്നു. ജനുവരി 17 ഇൻ്റർവ്യൂ കിട്ടിയത് അങ്ങനെ. പിന്നെ 27 ഉള്ള ഇൻ്റർവ്യൂ, പിന്നെ ജർമ്മൻ ഇൻ്റർവ്യൂവിൻ്റെ ടൈം വെച്ച് 2:30 ആയിരുന്നു. ഇതെല്ലാം അമ്മയുടെ സമയങ്ങളായിരുന്നു. അതെല്ലാം ഉള്ളപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടും, പാസ്സാവും എന്നുള്ളത്. എല്ലാത്തിലും അമ്മ ഈശോയും കൂടെ നിന്ന് തന്നെ അനുഗ്രഹിച്ചു. ഇനിയും മുന്നോട്ടും ഈശോയോടും അമ്മയോടും ചേർന്ന് തന്നെ പോകാനാണ് എൻ്റെ ആഗ്രഹം. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ക്ഷീണിക്കാം, തളരാം, പ്രത്യാശ നഷ്ടപ്പെടാം, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലും അകപ്പെടാം. പക്ഷെങ്കിൽ വചനം പറയുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവം നമ്മൾക്ക് പുതിയ ശക്തി നൽകുമെന്നാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാലും ക്ഷീണിക്കുകയില്ല എന്നാണ്, നടന്നാലും തളരുകയുമില്ല. ഒരുപക്ഷെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെല്ലാം നാം കാണുന്നത് ഒരു വലിയ ഒരു ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ്. കാരണം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവർക്കൊരു പുതിയ ശക്തിയാണ് ലഭിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടിയാലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അവർക്കൊരു വലിയ ധൈര്യമാണ് അവരുടെ കൂടെയുള്ളത്. കഴുകന്മാരെ പോലെ ചിറകുയർത്തി ഉയരുന്നതായിട്ടാണ് നാം ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ ദൈവകൃപയാണ് നമ്മെ ആത്മീയമായിട്ട് ഉയർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും. ദൈവം ധൈര്യം നൽകുന്ന പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവത്തെങ്കിലേക്ക് ആശ്രയിക്കാനായിട്ട് നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കൃപാസനം അമ്മയാണ്. ദൃശ്യ എം വിശ്വം എന്ന മകളുടെ സാക്ഷ്യത്തിലും അത് തന്നെയാണ് നാം കാണുന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കുള്ള ശക്തിയും ധൈര്യവും എല്ലാം ഈശോയും അമ്മയുമാണ് നമുക്ക് നൽകുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നത് മരിയൻ ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വേണ്ടി സംസാരിക്കാനും നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും നമ്മുടെ അമ്മയാണ് കൂടെയുള്ള കൃപാസനം അമ്മ. മനുഷ്യ ശക്തിയിലല്ല, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മെ ഓരോരുത്തരെയും ഉയർത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൃശ്യയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.